ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്, ഇസാനും റോസുവിൻ്റെയും. അപ്പോൾ സമയം ഇപ്പം 3:30 മണിയായി. ഇസയും റോസും 4 മണിയൊക്കെ കഴിയും ക്ലാസ് വിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് മേക്ക് ഓവർ ഏതാണ്ട് നമ്മളെല്ലാ റൂമുകളിലും ചെയ്ത് കഴിഞ്ഞു. ലിവിങ് റൂമും ഡൈനിങ് ഏരിയ, അതുപോലെ മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ ദേ കിഡ്സ് റൂമും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഡ്സ് റൂമിൻ്റെ ബെഡ്റൂം മേക്ക് ഓവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടവർ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ക്രിസ്മസ് റൂം മേക്ക് ഓവർ? നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. ആകെ ബെഡ്ഷീറ്റ് മാത്രമാണ് നമ്മൾ ഒരെണ്ണം പുതിയതായിട്ട് വാങ്ങിയത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസും നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ട്രൈ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കൊക്കെ കൊടുക്കാം, കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ കാണാത്തവർക്ക് അത് കണ്ടു നോക്കുകയും ചെയ്യാം. അവധി ദിവസം തീർച്ചയായിട്ടും സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങുകയാണല്ലേ. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചോളൂ. കാരണം 14 തീയതി മുതൽ 23 തീയതി വരെ നമുക്ക് 22 തീയതി വരെ എക്സാം, 23rd നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പ്രാവശ്യം ഒറ്റയ്ക്കാണ് മേക്ക് ഓവർ ചെയ്തത്. അവർക്ക് 2 പേർക്കും ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ നമ്മുടെ കരോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ കാരണം ഞാൻ ആ ദിവസമാണ് ഇവരുടെ കൂടെ മേക്ക് ഓവർ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഇട്ടത്. പക്ഷെ അന്ന് ഫുള്ളി ബിസി ആയിപ്പോയി, പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒരു ദിവസം അവധി, എനിക്ക് നേരമുള്ളൊരു ദിവസമാണ് ഞാൻ ഈ മേക്ക് ഓവറൊക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ക്ലാസ് വിട്ട് വന്നു. നമ്മുടെ റൂമൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ആ ദിവസം മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവുമെന്ന്. നമ്മളെല്ലാവരും കുഞ്ഞിലെ ചെയ്യുന്നൊരു പരിപാടിയാണല്ലേ, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതുമ്പോൾ ചാടി കീറങ്ങട് എടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവർക്കും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും അവർ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഓരോ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈസ ഉണ്ടാക്കിയിരിക്കുന്ന അവളുടെ പാവക്കുട്ടിക്കുള്ള റൂമാണ്. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, എൻ്റെ കുറച്ച് സ്വഭാവം അവൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും അവിടെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട്, അവളുടെ പാവക്കുട്ടികളുടെ റൂം. അപ്പോൾ അവർക്ക് 2 പേർക്കും ഞാനിങ്ങനെ എപ്പോഴും ഓരോന്നൊക്കെ ചെയ്യുന്ന കാരണം അത് കണ്ട് അവർക്കും ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവർ 2 പേരും കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയി. അപ്പോൾ അവർക്ക് വേണ്ട നമ്മളെന്തെങ്കിലും സ്നാക്സൊക്കെ സാധാരണ ടീ ടൈം ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് ഇപ്പോൾ ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഗ്ലാസ് പുതിയത് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വലിയ സ്റ്റൈലിലൊക്കെ പറഞ്ഞത് ഗ്ലാസ് വാങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണിൻ്റെ ഗ്ലാസ്സാണ്. നമ്മൾ സാധാരണ മഗ് അല്ലെങ്കിൽ ചില്ലിൻ്റെ മഗ്ഗുണ്ട്, പ്ലാസ്റ്റിക് മഗ്, സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ മണ്ണിൻ്റെ മഗ്ഗാണ്. ചിലപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങനത്തെ മഗ് നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി മൺചട്ടികളും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞ് മണ്ണിൻ്റെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ബൗളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ മഗ് ആദ്യമായിട്ട് നമ്മൾ വാങ്ങണം. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ മണ്ണിൻ്റെ. അപ്പോൾ നല്ലതാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, നമുക്ക് സേഫാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവരുടെ കുറച്ച് നേരം അവർ ഫ്രീ ടൈമാണ്. അപ്പോൾ ഇസക്കുട്ടി ഇരുന്ന് എന്തെങ്കിലും വല്ല ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലും കാണാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് പുറത്തേക്ക് കളിക്കാൻ പോവും, അല്ലെങ്കിൽ വീട്ടിലകത്തിരുന്നുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഫ്രീ ടൈമിൽ സാധാരണ അവർ നിങ്ങളെപ്പോലെ തന്നെ അവരും ചെയ്യാറുള്ളത്. അപ്പോൾ റോസുവിനോട് ഞാൻ പറഞ്ഞു മാപ്പിൻ്റെ ഉള്ളിൽ ഒരു എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ പേര് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ പാലക്കാട് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അവൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മക്കളുടെ കൂടെ, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അവരുടെ കൂടെ ഇരിക്കാൻ കുറച്ച് സമയം കിട്ടുള്ളൂ. അവധി ദിവസങ്ങൾ കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്താൽ അവർക്ക് സന്തോഷമായിരിക്കും, നമുക്കും ഒരു റിലാക്സ് ആണ് കുട്ടികളുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കുമ്പോഴും ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കൊരു ആക്ടിവിറ്റി ബോക്സ് റിവ്യൂവിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, 11 ആക്ടിവിറ്റീസ് ഉള്ളൊരു ബോക്സ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഇതിനാകെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഭയങ്കര വിലക്കുറവാണ്. സാധാരണ ആക്ടിവിറ്റി ബോക്സ് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര വിലയായിരിക്കും. 629 രൂപ ഇതിന് വെബ്സൈറ്റിൽ, അവരുടെ വെബ്സൈറ്റിൽ വില. പിന്നെ ഫസ്റ്റ് ക്രൈ, ആമസോൺ അതിലൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി വില കൂടുതലാണ് അതിൽ. പക്ഷേ ഇത് 11 ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ഐറ്റംസ് ആണ്. ഇപ്പോൾ ഒരു ബുക്ക് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു കുറേ ഗെയിംസ് അങ്ങനെയൊക്കെ. 4 വയസ്സ് മുതലൊരു 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണിത് ഏറ്റവും സൂട്ടബിൾ. അതിൽ 2 ആക്ടിവിറ്റീസ് വലിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റണതുണ്ട്, ബാക്കിയെല്ലാം കൊച്ചു കുട്ടികൾക്കുള്ളതാണ്.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഞാനതെല്ലാം ഒന്നും ഇപ്പോൾ ഇതിൽ പറയുന്നില്ല, കാരണം കഴിഞ്ഞൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എന്നാലും ഈ ദിവസം ഈ വ്ളോഗ് ഷൂട്ട് ചെയ്ത ദിവസമായിരുന്നു ഞാനത് അൺബോക്സ് ചെയ്തതും അതിൽ ഓരോ ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കിയതും. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ ഫിംഗർ പെയിൻറ്റിംഗ് ഒക്കെ വലിയ കുട്ടികൾക്കായാലും ട്രൈ ചെയ്യാം കേട്ടോ, നല്ല രസമാണ്, നേരം പോകണതേ അറിയില്ല അതിലിരുന്ന് ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ ഫോണിന് നമുക്ക് അധികം യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫോണല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്, കാരണം കുട്ടികൾക്ക് പഠനവും അതോടൊപ്പം തന്നെ കളിക്കാനായിട്ടും പിന്നീട് കളിക്കാനായിട്ടൊക്കെ ഈ ഒരു യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം ടാൻഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇതെനിക്ക് വളരെ ഇഷ്ടമായി. ഇത് വലിയവർക്കായാലും യൂസ് ചെയ്യാം. ചെറിയ ചെറിയ കളർ ബ്ലോക്സ് ആണിത്. ഇത് ഉപയോഗിച്ചിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഷേപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ കളറുകളായിട്ടുള്ള ബ്ലോക്സിന് അവർ കണ്ട ഒരു ഗ്രേ കളറിൽ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാത്രമേ കൊടുക്കൂ, നമ്മൾ വേണം കണ്ടുപിടിക്കാൻ ഏതൊക്കെ ബ്ലോക്സ് എവിടെ വെക്കണമെന്ന്. അപ്പോൾ ഇത് കുറച്ച് വലിയ കുട്ടികൾക്ക് ട്രൈ ചെയ്യാൻ പറ്റണതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഇത് സിംഗിളായിട്ടും മേടിക്കാൻ കിട്ടുന്നുണ്ട്. സിംഗിളായിട്ട് കുറേ കിറ്റുകളുണ്ട് കേട്ടോ, അതിൽ 300 രൂപയുടെ 250 രൂപയുടെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര അധികം കിറ്റ് അല്ലാതും കൂടി വേണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കും വാങ്ങാം. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കളിച്ച ശേഷം സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഞങ്ങൾ സാധാരണ 6:30 വരെ അവർ എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുറേ തുണികൾ ഫോൾഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികൾ ഞാനെല്ലാം ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവർ അലമാരകളിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ സാധാരണ അവർ ഡെയിലി ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന തുണികൾ അലമാരയിൽ വെക്കലൊക്കെ പതിവുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവരത് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ജോലി പെൻഡിങ് ആയപ്പോൾ കുറേ തുണി എടുത്ത് വെക്കാറായി. അപ്പോൾ അതൊക്കെ ഇന്ന് എന്തായാലും എടുത്ത് വെക്കുന്നത് വെച്ചിട്ട് പ്ലേ ടൈം ഞങ്ങൾ കുറച്ചു, എന്നിട്ട് തുണികളെല്ലാം മടക്കിയത് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഠിക്കാനുള്ള സമയമായി, സമയം 6:30 മണിയായി. അപ്പോൾ ഇപ്പോൾ 2 പേരും ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ ഇപ്പോൾ പഠിക്കാൻ ഇരിക്കണേ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്ഥലം മാറ്റും, കാരണം അവരോട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉറക്കം വായിച്ച് പഠിക്കണം, ഒരാളധികം ഉറക്കം വായിച്ച് പഠിക്കില്ല. ഒരാൾ ഉറക്കം വായിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ആൾക്കാർ ശല്യമാവും. അപ്പോൾ പിന്നെ അവിടെ ചിലപ്പോൾ കശപീശ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ റോസുവിനെ അവിടെ നിന്ന് പതുക്കെ എടുത്തുകൊണ്ട് പോയി എൻ്റെ റൂമിൽ കൊണ്ടിരുത്തി അവിടെ ഇരുത്തിയാണ് ചിലപ്പോൾ പഠിക്കുക. ഈസയ്ക്ക് കുറച്ച് പൊതുവേ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടം, അവൾക്ക് അങ്ങനെ കുറേ ബഹളം വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പഠിക്കുന്ന സ്റ്റൈലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളൊരു 8 മണി വരെ പഠിക്കാനായിട്ടിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞാൽ നമ്മൾ പ്രയർ ചൊല്ലുന്ന സമയമാണ്. അപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും സാധാരണ പ്രാർത്ഥന ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണെന്ന് നമ്മളൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണി റൈസും അതിൻ്റെ കൂടെ എഗ് റോസ്റ്റും കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, റൂമിലോട്ട് വന്നു. അപ്പോൾ ഇസയും റോസും അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഹോളിഡേ റുട്ടീൻ, എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ഹോളിഡേ റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചത് പ്രകാരം നമ്മൾ ക്ലാസ് ഉള്ള ദിവസത്തെ ഒരു റുട്ടീൻ ചാർട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എക്സാം ഉള്ളൊരു ദിവസം എങ്ങനെ നമുക്കൊരു ഹോളിഡേ റുട്ടീൻ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വേക്കപ്പ് ടൈം, എഴുന്നേൽക്കുന്ന സമയം നമ്മൾ തീരുമാനിക്കുക. അതായത് ഇപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കണോ, 6 മണിക്ക് എഴുന്നേൽക്കണോ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കുറച്ച് മടി പിടിച്ച് അവധി ദിവസം എണീറ്റാൽ മതിയോ. നോർമൽ ദിവസങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് അവധി ദിവസം ഇത്തിരി സ്ലോയിൽ എഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് സാറ്റർഡേ. സൺഡേസിൽ അങ്ങനെ നടക്കാറില്ല, പള്ളിയിലൊക്കെ പോകേണ്ട കാരണം ഞാൻ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കാറില്ല. സാറ്റർഡേ സാധാരണ ഞാൻ കുറച്ച് നേരം ഉറങ്ങുന്ന ഒരു ദിവസമാണ്. പക്ഷേ വലിയ കുട്ടികളാണ്, നിങ്ങൾക്ക് എക്സാമിന് കുറേ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് പള്ളിയിൽ പോകുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 5 മണി 5:30 ആകുമ്പോൾ എന്തായാലും എഴുന്നേൽക്കേണ്ടി വരും. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം പഠിച്ച ശേഷം, രാവിലെ എഴുന്നേറ്റ് പഠിച്ച ശേഷം 7 മണിയാകുമ്പോൾ ചായയോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനുള്ള സമയമാണ് കേട്ടോ. ലേറ്റായിട്ട് എഴുന്നേറ്റ് അതനുസരിച്ച് നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു 7:30 ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെടികൾ നനയ്ക്കുകയോ ചെടികൾ നടുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം മുറ്റത്തുനിന്ന് നടക്കാനൊക്കെ ആയിട്ടും യൂട്ടിലൈസ് ചെയ്യും. കാരണം ക്ലാസ്സുള്ള ദിവസം നമുക്കങ്ങനെ പറ്റാറില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 10 to 15 മിനിറ്റ്സ് എക്സസൈസിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ ആകെ ഒന്ന് ഇതായിട്ടുണ്ടാവും, നമുക്കൊന്ന് ഫ്രഷായി വന്ന് ഒന്ന് റെഡിയായി ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം 9 മണിയാകുമ്പോൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എക്സാം സമയങ്ങളിലാണ് ഈ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാറ്. 9:30 മുതൽ ഒരു 11:30 വരെ നമ്മൾ പഠിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അത്രയും സ്ട്രെച്ചിൽ നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ബ്രേക്ക്, ഒരു 11:30 മുതൽ 12 മണി വരെ ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്യാം. അത് കഴിഞ്ഞാൽ വീണ്ടും 12 മണി മുതൽ 1 മണി വരെ നമ്മൾ പഠിക്കാനായിട്ടിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് കഴിക്കാനും പിന്നെ TV കാണാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. പഠിക്കാൻ അധികമുണ്ടെങ്കിൽ 2 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ ഇവർ പഠിക്കാറില്ല. സാധാരണ സമയത്ത് വല്ല സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കലാണ് പതിവ്. 2 മുതൽ 4 മണി വരെ. 4 മണിയാകുമ്പോൾ ചായ കുടിക്കും, സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. 4:30 ആകുമ്പോൾ അത് ആയി കഴിയുമ്പോൾ ഏതാണ് 4:30 ആവുന്നതോടുകൂടി പുറത്ത് പോയി കുറച്ച് നേരം കളിക്കാനായിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. കാരണം ക്ലാസ്സുള്ള ദിവസങ്ങളിൽ അധികം നേരം ഒന്നും പുറത്ത് പോയി കളിക്കാനായിട്ട് കിട്ടാറില്ല.
അപ്പോൾ കുറച്ച് നേരം പുറത്ത് പോയി ഔട്ട്ഡോറൊക്കെ ഒന്ന് കളിച്ച ശേഷം ഒരു 5:30-6 മണിയോട് കൂടി നമ്മൾ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷ് ആവാനുള്ള സമയമാണ്. ഫ്രഷ് ആക്കി ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പഠിക്കാനായിട്ടിരിക്കുകയാണ്. ഒരു 6:15 മുതൽ 8 മണി വരെ നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. ചെറിയ ബ്രേക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ എടുക്കാം, എന്നാലും അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 8 മണിയാവുമ്പോൾ പ്രാർത്ഥന എത്തിക്കും. 8:30 ആകുമ്പോൾ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കും. അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ പിന്നെ പഠിക്കാനിരിക്കാറില്ല. എക്സാം ദിവസമൊക്കെ ആണെങ്കിൽ പഠിക്കാനിരിക്കും, അല്ലാത്ത ദിവസം നമ്മൾ പഠിക്കാനിരിക്കാറില്ല. പക്ഷെ വലിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം TV കാണാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഫോണിൽ നോക്കാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ TV കാണാറാണ് പതിവ്. അപ്പോൾ സാധാരണ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന കാരണം നമ്മൾ അതാണ് കാണാനിരിക്കാറ്. 8:30 ആകുമ്പോൾ കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഏതാണ് അത് കാണും. വൈകുന്നേരത്തെ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഷോ നമ്മൾ കാണാറില്ല, അല്ലാത്ത കാണാറ്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരിരുന്നിട്ട് രണ്ടുപേരും ഫോണിൽ എന്തെങ്കിലും ഷോർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അവർക്ക് കൂടുതൽ ഇഷ്ടപോലത്തെ കുക്കിങ്ങിൻ്റെയോ ക്യൂട്ടായിട്ടുള്ള കുക്കിങ്ങോ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇരുന്ന് അവർ കാണലാണ് പതിവ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം നമുക്ക് ഫോണിൽ എന്തെങ്കിലും കാണുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പലതും പഠിക്കാനും പല പല കാര്യങ്ങൾ കഴിവുകൾ കുട്ടികൾക്കുള്ളത് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. പക്ഷേ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം ഫോൺ യൂസ് ചെയ്യണേൽ. അതുപോലെ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം, അവരെന്താണ് കാണുന്നത് എന്ന് നമുക്കൊന്ന് അറിയുകയും വേണം. ആ രീതിയിലാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യണതിന് ടൈം ലിമിറ്റ് വെച്ചിട്ടാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അത്ര ബുദ്ധിമുട്ടില്ലാതെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് എന്തെങ്കിലും കുറച്ച് നേരം വായിച്ചിട്ട് കിടന്നുറങ്ങാം. ഫോൺ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു വീഡിയോ കാണുമ്പോൾ അടുത്തത് കാണാൻ തോന്നും, പിന്നെ അടുത്തത് കാണാൻ തോന്നും. അപ്പോൾ നമ്മളൊരു കൺട്രോളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ നിർത്താതെ ലേറ്റ് നൈറ്റ് ഉറക്കമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും വായിക്കാനായിട്ടിരിക്കുക. കാരണം ഇപ്പോൾ വായന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരാണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ വായിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. എൻ്റെ കാര്യത്തിലായാലും വായന കുറവാണ്, കുട്ടികളും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരീഷ് എന്തെങ്കിലും ഒരു പേജ് വായിക്കാനായിട്ടും കൂടി വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നോക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കഥകളൊക്കെ വായിച്ചു കൊടുക്കും. എനിക്ക് പൊതുവെ ഇങ്ങനെ സൗണ്ടൊക്കെ മാറ്റി കഥകൾ വായിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഓരോ ക്യാരക്ടേഴ്സിന് സൗണ്ടൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വായിച്ചിരുന്നത് ഇപ്പോൾ അവർ തന്നെ സ്വയം അങ്ങനെയൊക്കെ വായിച്ചോളും. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു കഥ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞു കഥ വായിക്കാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞുമാലാഖയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഈ ബുക്കിലത്തെ ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് വായിക്കാൻ പോകുന്ന കഥയുടെ പേര് കളിപ്പാട്ടം എന്നാണ്. തബീത്ത എന്ന് പറഞ്ഞൊരു കുട്ടിയും അവളുടെ ഫാമിലിയിലെയും അവളുടെ കുഞ്ഞു അനുഭവങ്ങളാണ് ഈ കഥയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഇതാണ് തബീത്ത എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ എന്താ അവളുടെ അനിയൻ, പിന്നെ അമ്മ, അച്ഛൻ, അമ്മാമ്മ, പാപ്പനൊക്കെ ഉണ്ട് അവളുടെ വീട്ടിൽ. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ. മോളെ, കുഞ്ഞുണ്ണിയെ കുറച്ചു നേരം നോക്കണേ, ഞാനിപ്പം വരാം. കുഞ്ഞുവാവയെ തബീത്തയുടെ അരികിലാക്കിയിട്ട് അമ്മ എന്തോ ആവശ്യത്തിനായി അടുക്കളയിലേക്ക് പോയി. തബീത്ത ഓടിച്ചെന്ന് കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കുഞ്ഞുണ്ണിക്ക് കൊടുത്തു. ഹായ്, ഇത് കണ്ടോ പട്ടിക്കുട്ടി, ഇതാ കിളി. അവൾ കിളിയുടെ വയറ്റിൽ ഞെക്കി കിളി കരയുന്നത് കേൾപ്പിച്ചു കൊടുത്തു. കുഞ്ഞുണ്ണി അത്ഭുതത്തോടെ അത് പിടിച്ച് വാങ്ങി. തിരിച്ചും മറിച്ചും നോക്കി ശബ്ദം വരാത്തത് കാരണം അതെറിഞ്ഞു കളഞ്ഞു. ഓ, ഈ കുട്ടനൊന്നും അറിയത്തില്ല. തബീത്ത കുഞ്ഞുണ്ണിയുടെ വയറ്റിൽ ഉമ്മ വെച്ച് അവനെ ഇക്കിളിയിട്ട് ചിരിപ്പിച്ചു. അപ്പോഴാണ് കുഞ്ഞുണ്ണി തബീത്തയുടെ തലയിൽ വെച്ച ഹെയർ ബാൻഡ് കണ്ടത്. അവനത് ഊരിയെടുത്തു. ഓ, എന്റെ ഹെയർ ബാൻഡ് തായോ. അവൾ അത് പിടിച്ചു വലിച്ചു. കുഞ്ഞുണ്ണി ഹെയർ ബാൻഡിൽ മുറുക്കി പിടിച്ചു കരഞ്ഞു. മോളെ, അതങ്ങ് കൊടുത്തേക്കൂ, ഇത്തിരി കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചു തരാം. കുഞ്ഞിന് കഴിക്കാനുള്ള കുറുക്കുമായി വന്ന അമ്മ ഇത് കണ്ടിട്ട് പറഞ്ഞു. ഇന്നാ, അവൾ വിഷമത്തോടെ പിടിവിട്ടു. അമ്മ നോക്ക്, എന്റെ ഹെയർ ബാൻഡിൽ നോക്കിക്കൊണ്ട് കുഞ്ഞുണ്ണി വേഗം കുറുക്ക് കഴിക്കുന്നുണ്ട്. വയറു നിറഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി ഹെയർ ബാൻഡ് തബീത്തയുടെ നേരെ നീട്ടി. നോക്കമ്മ, കുഞ്ഞുണ്ണി ഹെയർ ബാൻഡ് തന്നു. താങ്ക് യു കുഞ്ഞുണ്ണി. അവൾ കുഞ്ഞുണ്ണിയുടെ കുംഭവയറിൽ ഉമ്മ വെച്ചു. കണ്ടില്ലേ, വഴക്കില്ലാതെ കാര്യം തീർന്നത്. മിടുക്കി കുട്ടി. അമ്മ തബീത്തയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സ്ഥിരമുണ്ടാവുന്ന കൊച്ചു സംഭവങ്ങളാണ് ഇതിൽ കഥകളായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബുക്കാണ് കേട്ടോ അത്. അപ്പോൾ
ഇതാണ് നമ്മുടെ ഈ ഒരു ബുക്ക്. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇങ്ങനൊരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.